ഹലോ, ഇന്ന് നമ്മൾ ജിംബ്രൂസിൻ്റെ വാക്സിനേഷൻ ചെയ്യാണ് കേട്ടോ. അത് 5 വയസ്സിൻ്റെത്. നമ്മൾ ഹെൽത്ത് സെൻറ്ററിൽ പോയാണ് എടുക്കുന്നത്. അതിന് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. ടെൻഷനുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ടെൻഷനുണ്ട്. ജിംബ്രൂന് അങ്ങനെ ടെൻഷനും കാര്യങ്ങളും ഇല്ല. ഇനി കുത്തിവയ്പ്പ് എടുത്തിട്ട് പനി വരുമോ, അല്ലെങ്കിൽ ഇനി എന്താണ്, വേദനയായിരിക്കുമോ, നിർബന്ധമായിരിക്കുമോ എന്നൊക്കെയാണ് കേട്ടോ എൻ്റെ മനസ്സിൽ. ഒരു 9:30 ആയപ്പോഴത്തേക്കും പോയതാണ്. പക്ഷേ ഇത്രയ്ക്കും ആളുണ്ടെന്ന് പ്രതീക്ഷിച്ചതേയില്ല. അതേ കണക്ക് തിരക്കായിരുന്നു കേട്ടോ നമ്മുടെ ഹെൽത്ത് സെൻറ്ററിൽ. നമ്പർ കിട്ടിയത് 32 പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ തന്നെ നിന്ന് കേട്ടോ. അപ്പോഴത്തേക്കും ജിംബ്രൂസിനെ കൂട്ടുകാരി കിട്ടി. അവർ രണ്ടുപേരും പിന്നെ കളിയോട് കളിയായിരുന്നു, അങ്ങോട്ടോട്ടെ ഇങ്ങോട്ടോട്ടെ. ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും ചെന്ന് 2 എണ്ണവും കൂടി വീഴുമെന്ന് കേട്ടോ. ഇഷ്ടം അപ്പൂട്ടി ആരാ? എന്നാ അപ്പൂട്ടൻ ആരാ? അതാണ് അപ്പൂട്ടൻ. ഓയ്യോ, അമ്മ ഇഷ്ടമല്ലയോ? അമ്മ എന്താ വിളിക്കുന്ന? കുക്കു. ഓ, കുക്കു അപ്പൂട്ടനും ആണോ? ഇങ്ങനെ ഓരോന്നോരോന്നും ഞാൻ ചോദിച്ചുകൊണ്ടേയിരുന്നു. അവളിങ്ങനെ ക്യൂട്ടായിട്ട് മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു. സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ അടങ്ങി ഒതുങ്ങി രണ്ടുപേരും കൂടി വണ്ടി ഇരുന്ന് അവരുടെ രീതിയിൽ ഇരുന്ന് കളിക്കുമായിരുന്നു. ചേട്ടാ വാ, വണ്ടി എടുക്ക് പോവാം എന്നൊക്കെയാണ് കേട്ടോ അവളിരുന്ന് പറയുന്നത്. പിന്നെ വാക്സിനേഷൻ്റെ കാര്യം പറയാനാണെങ്കിൽ ജിംബ്രൂന് ഇപ്പോൾ 5.5 വയസ്സായി. 5 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെയാണ് കേട്ടോ ആ വാക്സിൻ എടുക്കേണ്ടത്. അങ്ങനെ ഞങ്ങളിപ്പോൾ ലീവിന് വന്നപ്പോഴേ മുമ്പേ പ്ലാൻ ചെയ്തതാണ് ഈ വട്ടം പോയി എടുക്കാമെന്ന്. ഹെൽത്ത് സെൻറ്ററിൽ ബുധനാഴ്ച മാത്രമേ ഉള്ളൂ ഈ വാക്സിനേഷൻ ഡേ വരുന്നത്. അതുകൊണ്ട് നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു കേട്ടോ. അവയുടെ പല്ലിന് എന്തോ പറ്റി, മുട്ടായി തിന്ന് ഇങ്ങനെ ആയതാണോ എന്നൊക്കെ ഞാൻ ചോദിച്ചു കേട്ടോ. അങ്ങനെ അവൾ പറഞ്ഞു ആണ് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് കഥ പറഞ്ഞു. സത്യത്തിൽ പോയി വീണാണ്ട് പല്ലിന് അങ്ങനെ പറ്റിയതാണ്. കുഞ്ഞു മക്കളൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ജിംബ്രൂസ് അങ്ങനെ കരയത്തില്ല. ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ചേട്ടൻ അവനെ പറ്റിച്ചു. പക്ഷെ നല്ല രീതിയിലുള്ള വേദനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ വന്നിട്ട് രാത്രിയാണ് അതിൻ്റെ എഫക്റ്റ് അവൻ അറിഞ്ഞത്. അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ, സീ യു.